ഹായ് നമസ്കാരം എവർക്കും പി എസ് സി ക്ലൈംബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഒരു റിവിഷൻ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡേ 5 ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് പഠിക്കേണ്ട പാഠങ്ങൾ ഞാൻ ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. SCERTയുടെ 4 പാഠഭാഗങ്ങൾ ഇന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷെ 4 എന്നൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. ഈ 5ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലെ ഈ പാഠമൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ ആദ്യത്തെ ഈ 3 പാഠങ്ങളും ഇക്കണോമിക്സിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. നമ്മുടെ LGSൻ്റെ ഒക്കെ സിലബസിലാണെങ്കിൽ സാമ്പത്തിക മേഖല എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എപ്പോഴും ആ ചാപ്റ്റേഴ്സ് വളരെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കതിലെ ആൻസേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. കാര്യം അത്രയും സിമ്പിളായിട്ടാണ് ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സാണ് ഇക്കണോമിക്സ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ സാമ്പത്തിക മേഖല ബേസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ ചെറിയ ചാപ്റ്ററാണ്. നമ്മൾ ഇതിൻ്റെ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ഈ 3 ചാപ്റ്ററും കൂടെ കൂടിയിട്ട് ഏകദേശം അരമണിക്കൂർ മാത്രമേ ആ ഒരു ക്ലാസ്സിലുള്ളൂ. പിന്നെ അതേപോലെ തന്നെ അതിൽ നമ്മുടെ SCERT പാഠപുസ്തകത്തിൽ നിന്ന് ഈ പർട്ടിക്കുലർ ചാപ്റ്റേഴ്സിൽ നിന്ന് PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്ക്, ആ ഒരു ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്, യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കുള്ളത് പാഠം 8, 10ാം ക്ലാസ്സിലെ കേരളം ആധുനികതയിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ സാമ്പത്തിക മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാഠം കൂടിയാണ് പഠിക്കുന്നത്. പിന്നെയുള്ള 5, 6, 7 അങ്ങനെ ദിവസങ്ങളിൽ ഇത് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതായത് ഇക്കണോമിക്സും അതേപോലെ ചരിത്രവും ആയിരിക്കും. അങ്ങനെ നമുക്ക് ഈ ടോപ്പിക്കും കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി 3 ദിവസം കൊണ്ട് നമ്മൾ ഭരണഘടനയുടെ ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി 5ാമത്തെ ദിവസത്തേക്കുള്ളത് എന്ത് മാത്രമാണ്? ഒരു PYQ സെഷനും കൂടെ ഉണ്ട് അല്ലേ, പാർട്ട് 4 ആണ്. അതായത് ഇപ്പോൾ നമ്മൾ 1, 2, 3 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് 4 കഴിയുന്നതോടുകൂടി ഈ ഒരു 2024 LGS ലെവൽ പരീക്ഷകളിൽ PSC ചോദിച്ചിട്ടുള്ള സയൻസിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്കൗട്ട് ചെയ്യും. നമ്മൾ ഓരോ ദിവസവും, അതായത് ഓരോ പാർട്ടിലും 2 ക്വസ്റ്റ്യൻ പേപ്പർ വീതമായിരുന്നു ഡിസ്കസ് ചെയ്ത് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2024 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കിങ്ങനെ ആൻസർ ചെയ്യണം. അതിനുശേഷം അപ്പോൾ നമുക്ക് ഏകദേശം എന്താണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതാണെന്ന് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തവരാണ്, നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും ബയോളജിയിലും കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം അല്ലേ. അപ്പോൾ ഇനി അതിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ വിത്ത് റിലേറ്റഡ് ഫാക്റ്റ് ആയിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ. പിന്നെ അതേപോലെ ഇന്നലെ നമ്മുടെ ഡേ 4 ആയിരുന്നു, അത് നമ്മുടെ റിവിഷൻ ഡേ ആയിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി 1-2 കാര്യങ്ങൾ കൂടി ഒന്ന് പറയാം കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞു റിവിഷൻ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, 1, 2, 3 ഈ 3 ദിവസങ്ങളിൽ പഠിച്ച പാഠങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. അപ്പോൾ ഈ 3 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട എല്ലാ SCERT പാഠഭാഗങ്ങളും പഠിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്, PYQ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തത് 2024 LGS ലെവൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെ 2024 10th +2 ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. 2023 ചെയ്തിട്ടുണ്ട്, 2022 ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഒക്കെ കറക്റ്റായിട്ട് റിവൈസ് ചെയ്ത് ഇന്നലെ ആദ്യം അപ്ലോഡ് ചെയ്ത ആ ഒരു LGS ലെവൽ PYQ കണ്ടു കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ആ PYQ കൂടെ വേണമെങ്കിൽ ഒന്ന് കണ്ടുപോക്കാം കേട്ടോ. അത് പക്ഷേ LGS ലെവലല്ല, 10th +2 ഡിഗ്രി ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ പുതിയ പാഠപുസ്തകത്തിൽ നിന്ന് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട് ഭരണഘടനയുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ടത്. പക്ഷേ അതിലെന്താണ്, നമ്മുടെ പഴയ പാഠപുസ്തകത്തിൽ ഉള്ളതിൻ്റെയൊക്കെ തന്നെ കുറച്ച് കാര്യങ്ങളും പിന്നെ അതിനോടൊപ്പം തന്നെ കുറച്ച് എക്സ്ട്രാ ഫാക്ട് കൂടെ പറയുന്നുള്ളൂ. അപ്പോൾ അതും ഒരു റിവിഷൻ എന്ന നിലയ്ക്ക് നിങ്ങൾ കണ്ടാൽ മതി. ഇല്ലാത്ത പോയിന്റ്സ് മാത്രം ഒന്ന് എഴുതി വെച്ച് പഠിച്ചാൽ മതി. അപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഡേ 5 നമുക്ക് ഇന്ന് ചെയ്യാനുള്ള ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, സയൻസിൻ്റെ PYQ ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോന്നും വായിച്ചു നോക്കാം. നോക്കിക്കൊള്ളുക. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് A. ശരിയാണോ പ്രസ്താവന? അതെ, ശരിയാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ജീവകം Aയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ഇത്, നിശാന്തത. അതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. പിന്നെ നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ഏത്? ജീവകം E. അതേപോലെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം K. അപ്പോൾ ഈ 3 പ്രസ്താവനകളും എന്താണ്, ശരിയാണ് അല്ലേ. 4ാമത്തെ പ്രസ്താവന നോക്കിയോളാം. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് B. അത് ശരിയാണോ ആ ഒരു പ്രസ്താവന? അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. നമുക്കറിയാം ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ
സഹായിക്കുന്ന ജീവകം ഏതാണത്? ജീവകം ഡി ആണ്. പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് ജീവകം ബി എന്നാണ്. സോ 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, 4 മാത്രം തെറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ ആ ക്വസ്റ്റ്യൻ. 63ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ഏത് രീതിയിലാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ? അതായത് സമ്പർക്കം മുഖേനയാണ് കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. ഇനി ഈ കുഷ്ഠം എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന അസുഖമാണ്? ബാക്ടീരിയൽ ഡിസീസ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. 64ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏത് പദ്ധതിയാണ്? കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, സ്നേഹസ്പർശം പദ്ധതിയാണ്. 65ാമത്തെ ക്വസ്റ്റ്യൻ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പഠിച്ചു വെച്ചോളുക. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേര് എന്താണ്? ഫാഗോസൈറ്റോസിസ് ആണ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ ശരീരത്തിലെ ശ്വേത രക്താണുക്കൾ ഏതെല്ലാമാണ്? മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. അപ്പോൾ മോണോസൈറ്റും ന്യൂട്രോഫിലും ശ്വേതരക്താണുക്കളുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ? ഈ ഒരു രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ്. ക്ലിയർ ആയല്ലോ? അടുത്തത് 66ാമത്തെ ക്വസ്റ്റ്യൻ. പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? പയറിൻ്റെ സങ്കര ഇനം ഭാഗ്യലക്ഷ്മി. ഓക്കെ. അടുത്തത് 67ാമത്തെ ക്വസ്റ്റ്യൻ. വനവിഭവം അല്ലാത്തത് ഏതാണ്? നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ? മണ്ണെണ്ണ എന്താണ്? വനത്തിൽ നിന്ന് ലഭിക്കുന്നതാണോ? അല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 68ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അമ്ലമഴ, അതായത് എന്താണ്? ആസിഡ് റെയിൻ, ഇതിന് കാരണമാകുന്ന വാതകം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, സൾഫർ ഡയോക്സൈഡ് ആണ് അമ്ലമഴയ്ക്ക് കാരണമാവുന്നത്. SO2 സൾഫർ ഡയോക്സൈഡ് ആണ് അമ്ലമഴയ്ക്ക് കാരണമാവുന്നത്. അടുത്തത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇപ്പോൾ നമ്മുടെ 2024 കണക്ക് പ്രകാരം നമ്മുടെ ഇന്ത്യയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 69ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 70ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. നമുക്കറിയാം ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. ശുദ്ധജലം എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് അല്ലേ? സോ അതിൻ്റെ pH മൂല്യം എത്ര വരും? 7 വരും. നമ്മൾ ഈ ഒരു PHന്റെ ക്വസ്റ്റ്യൻ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഈ pH സ്കെയിലിൻ്റെ വാല്യൂ എവിടം തൊട്ട് എവിടം വരെയാണ്? നിങ്ങളൊന്ന് പറഞ്ഞ്. 0 മുതൽ എത്ര വരെയാണ്? 14 വരെയാണ് അല്ലേ? അതിൽ 7 നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? ന്യൂട്രൽ ആയിട്ടുള്ള, നിർവീര്യമായിട്ടുള്ള, അതായത് ആസിഡിൻ്റെയോ ബേസിൻ്റെയോ പ്രോപ്പർട്ടീസ് കാണിക്കാത്ത സബ്സ്റ്റൻസുകളുടെ, പദാർത്ഥങ്ങളുടെ pH മൂല്യം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 7. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ശുദ്ധജലം അല്ലെങ്കിൽ ജലം, വാട്ടർ എന്നൊക്കെ പറയുന്നത്. ഇനി 7ൽ കുറവാണ് pH എങ്കിൽ അതെന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ആസിഡ് ആണ്. ഇനി 7ൽ കൂടുതലാണ് pH എങ്കിൽ അതെന്തായിരിക്കും? ആൽക്കലി അല്ലെങ്കിൽ ബേസ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ഓർത്ത് വെക്കേണ്ടത്. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. അടുത്തത് ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക ആരുടെ സംഭാവനയാണ്? ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക ആരുടെ സംഭാവനയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, റൂദർഫോർഡിൻ്റെ സംഭാവനയാണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ സിങ്കിൻ്റെ അയിരാണ് കേട്ടോ. ഇനി അലൂമിനിയത്തിൻ്റെ അയിര് എപ്പോഴും ചോദിക്കാറുണ്ട്. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. അതേപോലെ അയൺ, നമ്മുടെ ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റ് ഉണ്ട്, മാഗ്നറ്റൈറ്റ് ഉണ്ട്. എപ്പോഴും ചോദിക്കാറുള്ള അയിരാണ് പറയുന്നത്. കോപ്പർ ആണെങ്കിലോ കോപ്പർ പൈറൈറ്റ്സ്, കുപ്രൈറ്റ്സ് ഒക്കെയാണ് കോപ്പറിൻ്റെ അയിര്. അടുത്ത 73ാമത്തെ ക്വസ്റ്റ്യൻ. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഏത് ഗ്രൂപ്പിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 18ാമത്തെ ഗ്രൂപ്പിലാണ്. 18ാമത്തെ ഗ്രൂപ്പിലുള്ളവരെ പൊതുവേ നമ്മൾ ഉത്കൃഷ്ടവാതകങ്ങൾ, അതായത് നോബൽ ഗ്യാസസ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ
സീറോ ഗ്രൂപ്പ് മൂലകങ്ങൾ അല്ലെങ്കിൽ 0 ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്നവരാണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ബ്ലീച്ചിങ് പൗഡറിന്റെ നിർമ്മാണത്തിന് ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പൊ ബാക്കി ജ്വലനത്തിന് എന്താണ്? ഓക്സിജന്റെ സഹായം ആവശ്യമാണ് അല്ലെ. അതേപോലെ റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നത് ഓക്സിജനെയാണ്. ഇനി കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കുന്നതും ഓക്സിജനെയാണ്. സോ അപ്പോൾ ഓക്സിജന്റെ യൂസസും കൂടി ഒന്ന് ഈ കൂടെ പഠിച്ചു പോയേക്കാം കേട്ടോ. 75ാമത്തെ ക്വസ്റ്റ്യൻ, ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. അപ്പൊ ശ്രദ്ധിക്കണം, ചുവപ്പ് നിറമാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കാർമോൾസിനാണ്. കാർമോൾസിനാണ് ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ്. ഓക്കെ, അടുത്തത് ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഭ്രമണ ചലനമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത 77ാമത്തെ ക്വസ്റ്റ്യൻ, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? യൂറി ഗഗാറിനാണ്. അപ്പൊ പഠിച്ചു വെച്ചോളുക, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? യൂറി ഗഗാറിനാണ്. 78ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് എന്ത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അപവർത്തനം അല്ലെ, അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയും. അടുത്ത 79ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപ പ്രേക്ഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ബാഷ്പീകരണമാണ്. ബാക്കിയൊക്കെ എന്താണ്? താപം പ്രേക്ഷണം ചെയ്യുന്ന രീതികളാണ് അല്ലെ. ചാലനമുണ്ട്, സംവഹനമുണ്ട്, വികിരണമുണ്ട്. ഓക്കെ അല്ലേ. ഇനി 80ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാ വരുന്നത്? കാറ്റും തിരമാലയുമാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്. പരമ്പരാഗത ഊർജ സ്രോതസ്സാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിൽ അത് ഏത് വരും? അത് പെട്രോളും കൽക്കരിയും വരും. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. അതിന് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പുനഃസ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നവയെ, ഇപ്പോൾ കാറ്റ്, തിരമാല, അതൊക്കെ എന്താണ്? വീണ്ടും റിന്യൂ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തരത്തിൽ റിന്യൂ ചെയ്യാൻ പറ്റാത്തതാണ്. പെട്രോളിയം, കൽക്കരി, അങ്ങനെയുള്ളതൊക്കെ ആ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് കേട്ടോ. സോ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡൂടെ പറഞ്ഞേക്കാവേ. അതായത് ഒരു LDCയുടെ എനിക്ക് തോന്നുന്നു സ്റ്റേജ് 4 ആണ്, സോറി LDC അല്ല, ഖാദി ബോർഡ് LDCയുടെ സ്റ്റേജ് 4ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കേട്ടോ. 2024 ആദ്യം ആ ഒരു സമയത്തായിരുന്നു അത് നടന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു എക്സാം ആണ് കേട്ടോ. അതായത് സെപ്റ്റംബർ മാസത്തിൽ നടന്ന LGS ലെവലിലുള്ള ഒരു എക്സാമും അതിൻ്റെ ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ 60ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് തുടങ്ങുന്നത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വാതകം ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, നൈട്രജൻ ആണ്. എത്ര ശതമാനം ഉണ്ട്? 78% അന്തരീക്ഷത്തിൽ നൈട്രജൻ ഉള്ളത്. ഇനി രണ്ടാമതായിട്ട് കാണപ്പെടുന്നത് ആരാ? അത് ഓക്സിജനാണ്. എത്ര ശതമാനം ഉള്ളത്? 21%. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്തത്, നീല ലിറ്റ്മസ് പേപ്പർ നാരങ്ങ നീരിൽ മുക്കുമ്പോൾ ചുവന്ന നിറമാകുന്നതിന് കാരണം. നമ്മൾ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ PHU ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇതേ സെയിം ക്വസ്റ്റ്യൻ അല്ല, എന്നാലും സെയിം സാധനം തന്നെ. അതായത് ഏതാണ് ആസിഡിന്റെ ഗുണങ്ങളിൽ പെടുന്നത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നീല ലിറ്റ്മസ് പേപ്പർ നാരങ്ങ നീരിൽ മുക്കുമ്പോൾ എന്തായി മാറുന്നു? ചുവന്ന നിറമായിട്ട് മാറുന്നു. അതായത് നീല ലിറ്റ്മസിനെ ചുവന്ന നിറമാക്കുന്നത് ആരാണ്? ആസിഡാണ് അല്ലേ. അപ്പോൾ നോക്കിക്കൊള്ളുക, എന്തായിരിക്കും ഇപ്പോൾ ആൻസർ വരുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നാരങ്ങ നീരിന് ആസിഡിന്റെ സ്വഭാവമാണ്. നാരങ്ങ നീരിന് ആസിഡിന്റെ സ്വഭാവമാണ്. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ മാറ്റം എന്ത്? സോളാർ സെല്ലാണ്. എന്താണ്? സോളാർ എനർജി ആണല്ലേ ഉപയോഗിക്കപ്പെടുന്നത്. അതായത് സൗരോർജം എന്തായിട്ട് മാറുന്നു?
വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 63ാമത്തെ ക്വസ്റ്റ്യൻ, സൗരയുദ്ധത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ ബലം. ഏത് ബലമാണ്? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ലേ, അല്ലെങ്കിൽ എന്ത് പറയും മലയാളത്തിൽ? ഗുരുത്വാകർഷണ ബലം എന്ന് പറയും. അപ്പോൾ സൗരയുദ്ധത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലമാണ്. അടുത്ത 64ാമത്തെ ക്വസ്റ്റ്യൻ, ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ ആദ്യം മിന്നൽ ദൃശ്യമാവുകയും തുടർന്ന് ഇടി ശബ്ദം കേൾക്കുകയും ചെയ്യുന്നതിന് കാരണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ SCERT-യിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. SCERT പാഠപുസ്തകങ്ങൾ പഠിക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ് ഏതൊരു എക്സാം എടുത്താലും. പിന്നെ ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്ന ഈ ഒരു LGS കോഴ്സിലേക്ക് നമ്മുടെ സയൻസ് ഭാഗത്തു നിന്നുള്ള SCERT ഭാഗങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നില്ല. അതിന് കാരണം സയൻസിൽ നിന്നുള്ള SCERT നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 30 മേലെ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയം, അതായത് LGS ഫസ്റ്റ് എക്സാം വരുന്നത് നവംബർ 2-നാണ്. അപ്പോൾ അതിനുള്ളിൽ അത് കംപ്ലീറ്റ് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു PYQ സീരീസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുടെ നോട്ട് തരാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ A ആണ് അല്ലേ. പ്രകാശത്തിന് ശബ്ദത്തിനേക്കാൾ വേഗതയുണ്ട്. 67ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലോക മാനസിക ആരോഗ്യ ദിനമായി ആചരിക്കുന്നതെന്ന്. എന്നാണ്? ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്തത്, ട്രോഫോളജി എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനെയാണ്? പോഷണത്തെക്കുറിച്ചുള്ള പഠനം. എന്തിനെക്കുറിച്ചുള്ളതാണ്? പോഷണത്തെക്കുറിച്ചുള്ള പഠനം. ഈ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളിൽ ഓരോ പോഷണ തലം, അതായത് ഫസ്റ്റ് ട്രോപ്പിക്കൽ ലെവൽ, സെക്കൻഡ് ട്രോപ്പിക്കൽ ലെവൽ, അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്തത്, ധാന്യകത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ്? അന്നജം, കൈറ്റിൻ, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. ഇതാണ് ധാന്യകത്തിൻ്റെ വിവിധ രൂപങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ്? അന്നജം, കൈറ്റിൻ, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. 70ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ എയ്ഡ്സിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? എയ്ഡ്സ് സമ്പർക്കം വഴിയോ സ്പർശനം വഴിയോ പകരുന്ന രോഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ശരിയാണോ? അല്ല, തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അടുത്തത് 71ാമത്തെ ക്വസ്റ്റ്യൻ, അർബുദ രോഗത്തെ നേരത്തെ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുന്ന ബോധവൽക്കരണ പദ്ധതി അറിയപ്പെടുന്ന പേര്. എന്താണ് പദ്ധതി? സ്വാസ്ഥ്യം പദ്ധതിയാണ് കേട്ടോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ D ആണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ, മലേറിയ രോഗത്തിന് കാരണമായ രോഗകാരി. മലേറിയയ്ക്ക് കാരണമായിട്ടുള്ള രോഗകാരി ഏതാണ്? പ്ലാസ്മോഡിയമാണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. അടുത്ത 73ാമത്തെ ക്വസ്റ്റ്യൻ, ഹൃദയത്തെ ക്യാൻസർ ബാധിക്കുന്നത് അപൂർവങ്ങളിൽ അത്യപൂർവമാണ്. കാരണം എന്തുകൊണ്ടാണ്? ഹൃദയകോശങ്ങളിൽ കോശവിഭജനം നടക്കാത്തത് കൊണ്ടാണ്. സെൽ ഡിവിഷൻ ഹൃദയകോശങ്ങളിൽ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്, വളരെ റെയറായിട്ട് മാത്രമാണ് ഹൃദയത്തെ ക്യാൻസർ ബാധിക്കുന്നത്. അടുത്ത 74ാമത്തെ ക്വസ്റ്റ്യൻ, സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹ്യ ആരോഗ്യവും ഉറപ്പുവരുത്താൻ സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഏതാണ് പദ്ധതി? സീതാലയമാണ്. ഇത് മുമ്പ് ഒരു തവണ PSCയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത 75ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ്റെ സഹായത്തോടെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റിയതിന് ശേഷം ഏത് അവയവത്തിലാണ് സംരക്ഷിക്കപ്പെടുന്നത്? ഏത് അവയവത്തിലാണ്? കരളിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഓർത്തുകൊള്ളുക. മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ്റെ സഹായത്തോടെ ഗ്ലൂക്കോസിനെ എന്തായിട്ട് മാറ്റുന്നു? ഗ്ലൈക്കോജനാക്കി മാറ്റിയതിന് ശേഷം കരളിലാണ് സംഭരിക്കപ്പെടുന്നത്. ഇനി ഇങ്ങനെയും ചോദിക്കാം, അതായത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് എന്തിൻ്റെ സഹായത്തോടെയാണ്, അല്ലെങ്കിൽ ഇൻസുലിൻ്റെ സഹായത്തോടെ ഗ്ലൂക്കോസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു, അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. ഇനി 76ാമത്തെ ക്വസ്റ്റ്യൻ, കോശത്തിൻ്റെ ഊർജ്ജ നാണയം, അതായത് എനർജി കറൻസി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ATP ആണ് അല്ലേ. ATPയുടെ ഫുൾ ഫോമും കൂടെ പഠിച്ചോളുക. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ അപ്പോൾ ഇതോടുകൂടി 2024 LGS ലെവൽ പരീക്ഷകളിൽ സയൻസ് ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും, അതായത് 8 ക്വസ്റ്റ്യൻ പേപ്പറും, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഏറ്റവും കുറഞ്ഞൊരു 25 ക്വസ്റ്റ്യൻസ് സയൻസ് ഭാഗത്തുനിന്ന് വരാറുണ്ട്. അതായത് സയൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു പരിസ്ഥിതിയും എല്ലാം കൂടെ ബന്ധപ്പെട്ടിട്ട്, പിന്നെ കറണ്ട് അഫേഴ്സും പല ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 200-ലധികം ക്വസ്റ്റ്യൻസ് സയൻസിൻ്റെ ഭാഗത്ത് നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ബാക്കി വരുന്ന നമ്മുടെ ഓരോ ദിവസത്തെ ടൈം ടേബിളിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.